ലോകമെന്നും പ്രണയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമെന്ന് വിളിക്കുന്ന താജ്മഹൽ, എന്നാൽ അതിന്റെ വെളുത്ത മാർബിളിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വെറും പ്രണയകഥ മാത്രമാണോ? മുംതാസിന്റെ മരണത്തിന് ശേഷം ഷാജഹാന്റെ ജീവിതം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങിയിരുന്നു. അതോ ചരിത്രം പറയുന്നത് അതിലും സങ്കീർണമായ മറ്റൊരു സത്യമാണോ? അധികാരം, രാഷ്ട്രീയം, സാമ്രാജ്യം, മനുഷ്യവികാരങ്ങൾ ഇവയെല്ലാം ചേർന്ന ഈ കഥയിൽ താജ്മഹലിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ചരിത്രം നോക്കിക്കാണാം. രാജകീയ ആഡംബരങ്ങൾക്കിടയിൽ ജനിച്ച ആ ബാലകന്റെ യഥാർത്ഥ പേര് ഖുറം. ചെറുപ്പം മുതലേ മികച്ച അധ്യാപകരുടെ കീഴിൽ ചരിത്രം, സാഹിത്യം, ഇസ്ലാമിക പഠനങ്ങൾ, ഭാഷകൾ, ഭരണതന്ത്രം എന്നിവയിൽ അദ്ദേഹം വിദ്യാഭ്യാസം നേടി. അതോടൊപ്പം കുതിരസവാരി, വാൾപ്പയറ്റ്, വില്ലുവിദ്യ, യുദ്ധതന്ത്രങ്ങൾ എന്നിവയിലും കർശനമായ പരിശീലനം ലഭിച്ചു. ഓരോ ദിവസവും ഒരു രാജകുമാരനെ മാത്രമല്ല, ഭാവിയിലെ ഒരു സാമ്രാട്ടിനെ വാർത്തെടുക്കുന്ന ഒരുക്കത്തിലായിരുന്നു മുഗൾ സാമ്രാജ്യം. ധൈര്യവും ബുദ്ധിശക്തിയും നേതൃപാടവവും കൊണ്ട് ഖുറം രാജകുടുംബത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള അവകാശിയായി വളർന്നു. പിന്നീട് അതേ രാജകുമാരനാണ് ലോകത്തിൽ ഷാജഹാൻ എന്ന പേരിൽ അനശ്വരനായത്. രാജകുമാരൻ ഖുറത്തിന്റെ ജീവിതം മാറ്റിമറിച്ച നിമിഷം വന്നത് അർജുമന്ദ് ഭാനുബീഗത്തെ ആദ്യമായി കണ്ടപ്പോൾ ആയിരുന്നു. സൗന്ദര്യവും ബുദ്ധിശക്തിയും ശാലീനതയും കൊണ്ട് ശ്രദ്ധേയയായ അവളെ കണ്ട ഖുറം ആദ്യ കാഴ്ചയിൽ തന്നെ ആകർഷിക്കപ്പെട്ടു. ആ പരിചയം പിന്നീട് ആഴത്തിലുള്ള സ്നേഹമായി വളർന്നു. പിന്നീട് ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ അവരുടെ വിവാഹ നിശ്ചയം നടന്നു. എന്നാൽ രാജകീയ സാഹചര്യങ്ങളും കൊട്ടാര ജീവിതത്തിന്റെ സങ്കീർണതകളും കാരണം വിവാഹം ഉടൻ നടന്നില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ ഖുറം അർജുമന്ദ് ഭാനുബീഗത്തെ വിവാഹം ചെയ്തു. വിവാഹശേഷം അവർക്ക് ലഭിച്ച പുതിയ പേരായിരുന്നു മുംതാസ് മഹൽ. കൊട്ടാരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവൾ. ആ ബന്ധമാണ് പിന്നീട് ലോകമെന്നും ഓർക്കുന്ന പ്രണയ കഥയുടെ കേന്ദ്രമായി മാറിയത്. ഷാജഹാന് മറ്റ് ഭാര്യമാർ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേക സ്ഥാനം ലഭിച്ചത് മുംതാസ് മഹലിന് ആയിരുന്നു. ഭരണകാര്യങ്ങളിൽ, രാജകീയ യാത്രകളിലും യുദ്ധയാത്രകളിലും ഭരണകാര്യങ്ങളിലുമെല്ലാം അവൾ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിശ്വസ്ത ഉപദേശകയും ജീവിത പങ്കാളിയുമായിരുന്ന മുംതാസുമായുള്ള ബന്ധം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ജഹാംഗീറിന്റെ മരണത്തിന് ശേഷം മുഗൾ സാമ്രാജ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് കടുത്ത അധികാര പോരാട്ടമായിരുന്നു. സിംഹാസനത്തിനായി നിരവധി രാജകുമാരന്മാർ രംഗത്തിറങ്ങി. എന്നാൽ യുദ്ധവും രാഷ്ട്രീയ ബുദ്ധിയും ഉപയോഗിച്ച് ഖുറം തന്റെ എതിരാളികളെ ഓരോന്നായി മറികടന്നു. വർഷങ്ങളായുള്ള പോരാട്ടങ്ങളും കഠിനമായ തീരുമാനങ്ങൾക്കും ഒടുവിൽ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അധികാരമേറ്റു. അന്നു മുതൽ ചരിത്രം അദ്ദേഹത്തെ ഷാജഹാൻ എന്ന പേരിൽ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലം പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെ സമ്പത്തിന്റെയും വാസ്തുവിദ്യയുടെയും ഏറ്റവും തിളക്കമാർന്ന യുഗങ്ങളിൽ ഒന്നായി മാറി. സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിച്ചു. വ്യാപാരവും നികുതിയും നികുതി സംവിധാനവും സാമ്രാജ്യത്തിന് അപാരമായ സമ്പത്ത് നൽകി. അതേസമയം കലയും വാസ്തുവിദ്യയും അതിന്റെ ഉന്നതിയിൽ എത്തി. ഡൽഹിയിലും ആഗ്രയിലും ഭംഗിയാർന്ന കൊട്ടാരങ്ങളും പള്ളികളും പൂന്തോട്ടങ്ങളും ഉയർന്നു. ലോകത്തെ വിസ്മയിപ്പിച്ച രത്നങ്ങളാൽ അലങ്കരിച്ച മയിൽ സിംഹാസനം അഥവാ മയൂര സിംഹാസനം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി മാറി. ഷാജഹാന്റെ ഭരണത്തിൽ മുഗൾ സാമ്രാജ്യം വെറും ഭൂവിസ്തൃതിയിൽ അല്ല, സമ്പത്തിലും സംസ്കാരത്തിലും നിർമ്മിച്ച വൈവിധ്യങ്ങളും ലോകത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായി ഉയർന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ തിളക്കമാർന്ന ജീവിതത്തിന് ഇടയിൽ ഷാജഹാന്റെ ലോകം തകർന്നു വീണ ദിവസമെത്തി. ദക്കാനിയിലെ ബുർഹാൻപൂരിലേക്കുള്ള സൈനിക യാത്രക്കിടയിൽ മുംതാസ് മഹലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ 14ാമത്തെ പ്രസവത്തിനിടെ ഗുരുതരമായ പ്രസവ സങ്കീർണതകൾ മൂലം മുംതാസ് മരണപ്പെട്ടു. അന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതായിരുന്നില്ല.
വെറും 38ാമത്തെ വയസ്സിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ചരിത്രരേഖകൾ പ്രകാരം മുംതാസിന്റെ മരണവാർത്ത ഷാജഹാനെ അതീവ ദുഃഖത്തിൽ ആഴ്ത്തി. കുറച്ചു കാലം അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിന്നുവെന്നും തന്റെ പ്രിയപ്പെട്ടവൾക്ക് ഒരു ശാശ്വതമായ സ്മാരകം പണിയണമെന്നും അദ്ദേഹം അപ്പോഴാണ് തീരുമാനിച്ചതെന്നും പറയപ്പെടുന്നു. ആ തീരുമാനം പിന്നീട് ലോകം താജ്മഹൽ എന്ന് വിളിച്ചു. മുംതാസിന്റെ ഓർമ്മയെ കാലാതീതമാക്കുവാൻ ഷാജഹാൻ ആരംഭിച്ച ആ പദ്ധതിയായിരുന്നു താജ്മഹൽ. 1632 നിർമ്മാണം ആരംഭിച്ച ഈ വിസ്മയം പൂർത്തിയാക്കുവാൻ ഏകദേശം 22 വർഷം എടുത്തു. ഇന്ത്യയിലും പേർഷ്യയിലും മധ്യ ഏഷ്യയിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഏകദേശം 20,000 തൊഴിലാളികളും ശില്പികളും ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തു. പ്രധാന രൂപകൽപ്പനയുടെ ചുമതല പേർഷ്യൻ വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹോരി വഹിച്ചുവെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നും തിളങ്ങുന്ന വെളുത്ത മാർബിളും ജാസ്പർ, കാർനെയിലൻ, ലാപ്പിസ് ലാസുലി, ടർക്കോയിഡ് തുടങ്ങി വിലപിടിപ്പുള്ള രത്നങ്ങളും ഉപയോഗിച്ച് അതിസൂക്ഷ്മമായ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചു. അന്നത്തെ കണക്ക് പ്രകാരം ചിലവായത് ഏകദേശം 3.2 കോടി മുഗൾ രൂപയായിരുന്നു. മനോഹരമായ മുഗൾ പേർഷ്യൻ വാസ്തുശൈലി, ഖുറാൻ കാലിഗ്രഫി, ഇൻലേ ശില്പകലകൾ, പ്രകാശത്തിനനുസരിച്ച് നിറം മാറുന്ന ശില്പ സൗന്ദര്യം, ഇവയെല്ലാം ചേർന്നാണ് താജ്മഹൽ ഇന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു വാസ്തുവിദ്യ അത്ഭുതമായി നിലകൊള്ളുന്നത്. താജ്മഹലിന്റെ സൗന്ദര്യത്തോളം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയ കഥകളും വിവാദങ്ങളും ലോകശ്രദ്ധ നേടുന്നു. നിർമ്മാണം പൂർത്തിയായ ശേഷം തൊഴിലാളികളുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റിയെന്ന കഥ ഏറെ പ്രചരിച്ചുവെങ്കിലും അതിനെ സ്ഥിരീകരിക്കുന്ന വിശ്വസ്തമായ സമകാലിക ചരിത്രരേഖകൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ യമുനയുടെ മറുകരയിൽ ഒരു കറുത്ത താജ്മഹൽ പണിയുവാൻ ഷാജഹാൻ പദ്ധതിയിട്ടുവെന്നും കഥ ജനപ്രിയമാണ്. പുരാവസ്തു തെളിവുകൾ അത് ഉറപ്പിക്കുന്നുമില്ല. മറ്റൊരു വിവാദപരമായ കാര്യം തേജോ മഹാലയ സിദ്ധാന്തമാണ്. താജ്മഹൽ ആദ്യമൊരു ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നു. ഭൂരിഭാഗം ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ശക്തമായ തെളിവുകളില്ലെന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സത്യമായിരുന്നുവെങ്കിലും തെളിയിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അതൊരു മിസ്റ്ററിയായി തുടരുന്നു. മുഗൾ കാല രേഖകൾ, ശിലാലിഖിതങ്ങൾ, യാത്രാ വിവരങ്ങൾ, വാസ്തുവിദ്യാ പഠനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുംതാസ് മഹലിന്റെ ശവകുടീരമായിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചത്. അക്കാദമിക് ചരിത്ര ലോകത്തിന്റെ പൊതുവായ നിലപാട്. അതുകൊണ്ട് തന്നെ താജ്മഹലിനെ ചുറ്റിപ്പറ്റിയ അനേകം കഥകൾ കൗതുകമുയർത്തുന്നു എങ്കിലും ചരിത്രവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുകയാണ് യഥാർത്ഥ സത്യം മനസ്സിലാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. സാമ്രാജ്യത്തിന്റെ മഹത്വത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ഷാജഹാന്റെ ജീവിതം അവസാന കാലത്ത് അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് എത്തി. സിംഹാസനത്തിനായുള്ള അധികാര പോരാട്ടത്തിൽ മകൻ ഔറംഗസേബ് വിജയിച്ചതോടെ സ്വന്തം പിതാവായ ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. ഒരു കാലത്ത് ഇന്ത്യയെ ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ ലോകം ഏതാനും മുറിക്കുള്ളിലേക്ക് ചുരുങ്ങി. ജനപ്രിയ കഥകൾ പ്രകാരം യമുനയ്ക്കപ്പുറം തിളങ്ങുന്ന താജ്മഹലിനെ ജനാലയിലൂടെ നോക്കിയായിരുന്നു അദ്ദേഹം തന്റെ അവസാന വർഷങ്ങൾ ചിലവഴിച്ചത് എന്നാണ്. 1666 ഷാജഹാൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുംതാസിന്റെ അരികിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അങ്ങനെ പ്രണയത്തിന്റെയും അധികാരത്തിന്റെയും നഷ്ടത്തിന്റെയും കഥ ഒരേ ശവകുടീരത്തിൽ എന്നേക്കുമായി ഒന്നായി. താജ്മഹലിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് കാണുന്ന മനോഹരമായ മാർബിൾ ശവകുടീരങ്ങൾ യഥാർത്ഥ കല്ലറകളല്ല. അവ സന്ദർശകർക്കായി നിർമ്മിച്ച അലങ്കാര സെനോടാഫുകളാണ്. യഥാർത്ഥ ശവകുടീരങ്ങൾ അതിന് തൊട്ട് താഴെയുള്ള ശാന്തമായ അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം മുംതാസ് മഹലിനെ അവിടെ സംസ്കരിച്ചു. പിന്നീട് ഷാജഹാൻ മരിച്ചതോടെ അദ്ദേഹത്തെയും മുംതാസിന്റെ അരികിലായി അടക്കം ചെയ്തു. വാസ്തുവിദ്യയിലെ സമമിതികൾക്കിടയിൽ ഷാജഹാന്റെ ശവകുടീരം മാത്രം
മുംതാസിന്റെ അരികിലായി അല്പം മാറി സ്ഥിതി ചെയ്യുന്നു. പ്രണയം, വിയർപ്പാട്, വീണ്ടും ഒന്നിച്ചു ചേരൽ, ഈ 3 വികാരങ്ങളുടെയും നിശബ്ദ പ്രതീകങ്ങളായി ഈ 2 ശവകുടീരങ്ങളും ഇന്നും താജ്മഹലിന്റെ ഹൃദയത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു. പ്രണയത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിന്റെ നിർമ്മാതാവിന്റെയും ഏറെ പരിചിതമായ ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.